നിർവചിക്കാൻ കഴിയില്ല ഇസ്രയേൽ എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യുമെന്ന്. ഇപ്പോൾ ഗോലോൻ കുന്നുകളിൽ കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ള ആക്രമണം നടത്തി 12 ഇസ്രയേലി കുട്ടികളെ കൊന്നത്. അതിൻ്റെ ചൂടാറും മുമ്പ് അവരുടെ ഹിസ്ബുള്ളയുടെ കമാൻഡർ ഫൗദ് ഷുക്കൂറിനെ ഇസ്രയേൽ തട്ടി. ഇപ്പോൾ ഇതാ ഹമാസിൻ്റെ തന്നെ പൊളിറ്റിക്കൽ ഹെഡ്, ഹമാസിൻ്റെ തലവൻ, പൊളിറ്റിക്കൽ ബ്യൂറോയുടെ തലവനായിട്ടുള്ള ഇസ്മയിൽ ഹാനിയയും പടമായി. ഇസ്രയേൽ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇത് ഇസ്രയേൽ ഇതുവരെ ഉത്തരവാദിത്വമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഹമാസ് പറഞ്ഞിട്ടുണ്ട്. ധാരാളം പ്രതികരണങ്ങൾ ഹമാസ് നിഷേധിച്ചില്ലല്ലോ. മാത്രമല്ല, ഇത് അപാരമായൊരു പ്രിസിഷൻ സ്ട്രൈക്ക് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കൃത്യമായിട്ടല്ലേ? അതെ, കാരണം അത് ഖത്തറിൽ താമസിക്കുന്ന ഈ ഇസ്മയിൽ ഹാനിയെ, ഹമാസിന്റെ തലവൻ, കാരണം രാഷ്ട്രീയ വിഭാഗത്തിന്റെ തലവനാണ്. പട്ടാള മേധാവി വേറെ ഉണ്ടെങ്കിലും അതിൽ കഥയില്ല. ഇങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പിന്നെ വെടിനിർത്തൽ സംഭാഷണങ്ങൾക്കൊക്കെ ചൈനയുമായിട്ടുള്ളതിലൊക്കെ പോകുന്നതും ഭയങ്കര ടഫ് ആയിട്ട് സംസാരിക്കുന്ന ആളാണെന്നാണ് പറയുന്നത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇസ്മയിൽ ഹാനിയെ ഖത്തറിൽ താമസിക്കുന്ന ആൾ 2019 മുതൽ ഖത്തറിലാണ്. ഇസ്രയേൽ നോമാൻസ് ലാൻഡിൽ ലബനനിൽ കൊണ്ടുപോയി പാർപ്പിച്ചിരുന്നു ആദ്യം, ശിക്ഷയൊക്കെ കഴിഞ്ഞ്. അത് കഴിഞ്ഞ് നാട് കടത്തിയതാണ്. അവിടെ ആ ഭാഗത്തൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് 2019 ഖത്തറിൽ പോയി. ഖത്തറിൽ നിന്ന് ചൊവ്വാഴ്ച ഈ ഇറാനിലെ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തിന് വന്നതാണ്. ക്ഷണിച്ചിട്ട് നമ്മുടെ ഇവിടെ മോദി അധികാരമേറ്റപ്പോൾ മറ്റു രാഷ്ട്രത്തലവന്മാരെ വിളിച്ചതുപോലെ. അതെ, നമ്മൾ പാകിസ്ഥാനെ വിളിച്ചിരുന്നില്ല അന്ന്. അപ്പോൾ ഇവർ പക്ഷെ ഹമാസിനെ വിളിച്ചു. അപ്പോൾ പോയി. അത് കഴിഞ്ഞ് ഖമേനിയെ കണ്ടു ചൊവ്വാഴ്ച. അവർ തമ്മിൽ സംസാരിക്കുന്ന ചിത്രവും വന്നിട്ടുണ്ട്. ഒരു അവസാന ചിത്രം ആയിട്ട് കാണാവുന്ന വേറൊരാളും ഉണ്ടായില്ല, 3 പേരിരിക്കുന്ന ഒരു ചിത്രം. എന്നിട്ട് ഉറങ്ങി. ഹമാസിൻ്റെ ഓഫീസ് തന്നെയാണ് ഇങ്ങനെ താമസിച്ചിരുന്ന ആ വീട്. പുലർച്ചെ 2 മണിക്ക് ആണ് ഈ സ്ട്രൈക്ക്. അപ്പോൾ എയർ സ്ട്രൈക്കാണോ അതോ എയർ സ്ട്രൈക്കാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അവിടുന്നൊരു പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ നടത്തിയതല്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വന്നിട്ടില്ല ആ ഭാഗം. പക്ഷെ നമ്മൾ ബാലക്കോട്ട് ചെയ്തില്ലേ, അത് ഇസ്രായേൽ മിസൈൽ തന്നെയായിരുന്നു. കൃത്യമായിട്ട് അതിന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വിധത്തിൽ പോയി. കുറച്ച് വഴി തെറ്റിയാലൊക്കെ കൃത്യമായിട്ട് അവിടെ പോയിട്ട് മാപ്പൊക്കെ നോക്കി കൃത്യമായി പോയി ചെയ്തു വരുന്ന പരിപാടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ ഇത് എയർ സ്ട്രൈക്ക് ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എൻ്റെ ഒരു സംശയം. അങ്ങനെ ആകില്ല എന്ന് തോന്നാൻ കാരണം ഇറാൻ്റെ എയർ സ്പേസിലേക്ക് ഇസ്രയേലിൻ്റെ ഒരു വിമാനം ചെന്ന് കഴിഞ്ഞാൽ റഡാർ കാണുകയൊക്കെ ചെയ്യും. അപ്പോൾ എയർ സ്ട്രൈക്ക്, ഒരു സ്ട്രൈക്ക് എന്ന് മാത്രമേ ഇറാനും ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മിസൈൽ സ്ട്രൈക്ക് ആകാം, എയർ സ്ട്രൈക്ക് ആകാം, വിമാനം വന്നിട്ട് മിസൈൽ അയക്കാം, മുകളിൽ വന്നിട്ട് മിസൈലൊക്കെ അയക്കാവുന്നതാണ്. അങ്ങനെയും ചെയ്യാം. എന്തായാലും പുലർച്ചെ ആ കഥ കഴിഞ്ഞു, അവസാനിച്ചു. ഹൂറികൾക്ക് ഓവർ ടൈം പണിയായി. അതെ, അപ്പോൾ ഇത് ചെറിയ പണിയല്ല കൊടുത്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഏപ്രില് ഇങ്ങേർക്ക് 3 മക്കളാണ്. ഈ 3 മക്കള് 4 കൊച്ചുമക്കള്, അസിം, അമീർ, മുഹമ്മദ്. അതെ, 3 മക്കളെ കൊന്നു. 4 കൊച്ചുമക്കള്, പേരക്കുട്ടികളെ കൊന്നിരുന്നു. അപ്പോൾ ആ വംശം ഫിനിഷ് ചെയ്യാണ്, അവസാനിക്കുകയാണ്. ഒരു കുട്ടിയോ മറ്റോ പേരക്കുട്ടിയോ മറ്റോ പരിക്കുകളോടെ രക്ഷപ്പെട്ടിട്ടുണ്ട്. പരിക്കുകളോടെ, അതെ. അത് ഇനിയും റെയ്ഡുകൾ ധാരാളം വരുമല്ലോ. കാരണം അവിടെ ഇനി പലസ്തീനെ വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ഇല്ല. 2048. എൻ്റെ ഒരു സംശയം അതല്ല, ഇപ്പോൾ കേരളത്തിൽ ഈ ഹമാസിന് ഏറ്റവും കൂടുതൽ ആരാധകരും എല്ലാം ഉള്ളത് കേരളത്തിലാണ്. സദ്ദാം ഹുസൈനെ തൂക്കിലെത്തിയപ്പോൾ നമ്മൾ ഹർത്താൽ നടത്തിയതാണ്. അപ്പോൾ ഇത് ഇയാളെ അത് പറഞ്ഞിട്ട് അതാ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അതെ, ഹാനിയയുടെ മരണത്തിൽ അനുശോചിച്ച ഒരു പ്രമേയമെങ്കിലും പാസ്സാക്കട്ടല്ലേ? അടിയന്തരമായി നിയമസഭ വിളിച്ചു കൂട്ടാം. എന്തിനാ? അതിന് ഒരു പ്രതികരണമെങ്കിലും വരണ്ടതല്ലേ? ഞാൻ കുറേ നേരമായിട്ട് MP ഗോവിന്ദൻ എന്തുകൊണ്ടാണ് ആ കാര്യത്തിൽ പ്രതികരിക്കാത്തത്? പാർട്ടി സെക്രട്ടറി എന്നുള്ളതിലേക്ക് ഒരു ഉത്തരവാദിത്തമല്ലേ? ഇത് തീരെ ശരിയായില്ല, പ്രത്യേകിച്ച് ഈ സമയത്ത്. SFIക്കാരിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. അടുത്ത പ്രാവശ്യം മിക്കവാറും SFIയുടെ സംസ്ഥാന സമ്മേളനം അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവൽ
ഇസ്മയിൽ ഹാനിയ നഗറിൽ നടത്താം. അത് നടത്താം. ഈ ഹാനിയയ്ക്കും ഈ ഇന്തിഫാദയായിട്ട് ബന്ധമുണ്ട്. ഈ ഇന്തിഫാദയൊക്കെ അതിലൊക്കെ പങ്കെടുത്ത, അതെ, ആ വിപ്ലവത്തിലൊക്കെ. ഇന്തിഫാദ എന്ന് പറഞ്ഞാൽ റിസർജൻസ് എന്നൊക്കെ, വിപ്ലവം. അപ്പോൾ അതിലൊക്കെ പങ്കെടുത്ത് വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. രക്ഷപ്പെട്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഷെയ്ഖ് അഹമ്മദ് യാസിൻ, ഹമാസിന്റെ സ്ഥാപകൻ, സ്രഷ്ടാവ്, ആ സ്രഷ്ടാവ് ഇരിക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ വലങ്കയായി പ്രവർത്തിച്ച് ഓഫീസിന്റെ മൊത്തം ചുമതല നോക്കി വലങ്കയായി നിന്നാണ് രക്ഷപ്പെട്ടത്. ഈ ഫൗണ്ടർ ഷെയ്ഖ് അഹമ്മദ് യാസിൻ എന്ന് പറയുന്ന ആള് രണ്ട് കാലും തളർന്നിട്ട് അന്ധനായിരുന്ന ഒരാളാണ്. അങ്ങനെയാണ് ഈ ഹമാസിന്, അത് ശരി, ഹമാസിന്റെ ആത്മീയ നേതാവും. വെറുതെ അല്ല കണ്ണു കാണാത്ത ക്രൂരത ചെയ്യുന്നത്. അതാണ് കണ്ണുമുട്ടനുണ്ടാക്കിയ പ്രസ്ഥാനമല്ലേ. നമ്മൾ സാധാരണ അന്ധന്മാരെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് സഹതാപവും സ്നേഹവും ഒരു ആർദ്രത ഉണ്ടാവാറുണ്ട്. ഈ ഗ്രീസിൽ വെളിച്ചപ്പാടുമാർ ഉണ്ടാവാറുണ്ടായിരുന്നല്ലോ മുമ്പ്, പ്രവാചകന്മാർ കുറെ കാര്യങ്ങൾ പ്രവചിക്കുന്നു. തിയോഡോഷ്യസ് ഇങ്ങനെയൊക്കെ പേര് പറഞ്ഞ ആളുകൾ. അതിൽ ഒരാൾ ബ്ലൈൻഡാണ്, സോഫോക്ലേസ് നാടകങ്ങളിലുമൊക്കെ വരുന്ന. അപ്പോൾ അങ്ങനത്തെ ആണെന്ന് വിചാരിക്കും. ഇത് 2 കാലും 2 കൈയും തളർന്ന് അന്ധനായി അയാളെ 2004 ഇസ്രയേൽ ഇതുപോലെ വിമാന വഴിയുള്ള ആക്ഷനിൽ കൊല്ലുകയാണ് ചെയ്തത്. അത്ര വിഷമായിരുന്നു അല്ലേ 2004. ഇവര് മുഴുവൻ ഈ നിയമം പറഞ്ഞേ, പുസ്തകം പറഞ്ഞുമൊക്കെ കൊല്ലാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. അവിശ്വാസികൾ ഈ ലോകത്ത് പാടില്ല എന്നുള്ളത് കൊണ്ട്. ഈ ഹമാസിന്റെ പട്ടാള മേധാവി യാഹിയ സിൻവർ എന്ന് പറഞ്ഞ ആളാണ്. ഇയാൾ ആണ് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് ജനിച്ചത്. രാഷ്ട്രീയ കാര്യങ്ങൾ നോക്കുന്നതാണെന്ന് പറഞ്ഞാൽ ഹമാസിന് മുഴുവൻ പലസ്തീൻ്റെ അധികാരം കിട്ടിയ ചിലപ്പോൾ പലസ്തീൻ പ്രധാനമന്ത്രി ആയിരുന്നു. 1 കൊല്ലത്തോളം പ്രധാനമന്ത്രി ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഡിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ച് വന്നു. പിന്നെ അട്ടിമറി, ഇയാൾ അവിടെ അട്ടിമറിക്കുകയൊക്കെ ചെയ്തു. 1987 ഹമാസിൽ ചേർന്നു. 87 ചേർന്നത്. 80കളിലും 90കളിലൊക്കെ ഇസ്രായേൽ ജയിലുകളിൽ ധാരാളം കഴിഞ്ഞിട്ടുണ്ട് ഇയാൾ. 2006 തെരഞ്ഞെടുപ്പിന് അയാളെ വിട്ടു. തെരഞ്ഞെടുപ്പിൽ ഹമാസ് ജയിച്ചപ്പോൾ പലസ്തീൻ അതോറിറ്റി പ്രധാനമന്ത്രിയായി. അടുത്ത കൊല്ലം ഇയാളെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പുറത്താക്കി. അങ്ങനെ അവിടെ ഫത്ത ഈ തർക്കം ഉണ്ടല്ലോ, ഹമാസിനെതിരാണ്. അപ്പോൾ ചൈനയിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവരെല്ലാവരും കൂട്ടിച്ചേർത്ത് സമാധാനം പ്രഖ്യാപിച്ചാണല്ലോ ഷീ ജിൻപിങ്. ഇപ്പോൾ ആ സമാധാനത്തിന് നമ്മളത് ചർച്ച പറഞ്ഞാണ്, ഒപ്പിടാനുള്ള ആൾ പോയി. ഒരു കാര്യം അതുകൊണ്ടില്ല എന്നുള്ളത് നമ്മുടെ ചർച്ചകളിൽ നമ്മൾ പറഞ്ഞാണ്. വെറുതെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഒരു ഐക്യപ്പെടലായിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ് അന്ന്. പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പുറത്താക്കി. 2017 ഹമാസിൻ്റെ ഈ രാഷ്ട്രീയ തലവൻ മേധാവിയായി. അമേരിക്ക അപ്പം തന്നെ ഇയാളെ ആഗോള ഭീകരനായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെയാണ്. പിന്നെ അമേരിക്കയുടെ റിവാർഡ് കിട്ടും. അതെ, 1987-93 ഇന്തിഫാദയിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് അങ്ങേര്. 2019 ഗാസ വിട്ടിട്ട് ഇയാളെ ലെബനനിലെ തെക്ക് ഭാഗത്തൊക്കെ കൊണ്ട് ഒരു നോമാൻസ് ലാൻഡ്, അവിടെ ആരുടെയും ഏത് രാജ്യത്തിൻ്റെതെന്ന് തിട്ടപ്പെടാത്ത പുറമ്പോക്കെന്നൊക്കെ പറയാം, അവിടെ കൊണ്ട് വിട്ടിരുന്നു. അവിടെ പക്ഷെ വേറൊരു കാര്യമുണ്ട്, എർദോഗൻ പറഞ്ഞിട്ടുണ്ട്, പുള്ളിയാണല്ലോ ലോകത്തിൻ്റെ ഖലീഫയാകാൻ ശ്രമിക്കുന്ന ആള്. അതെ, ലിബിയയിലൊക്കെ നമ്മൾ ചെയ്ത പോലെ ഇസ്രായേലിൽ ഞങ്ങൾ ഇടപെടും എന്ന് എർദോഗാന്റെ ഭീഷണിയുണ്ട്. എർദോഗാന്റെ മാത്രമേ കാര്യമായിട്ട് വന്നിട്ടുള്ളൂ. ഖത്തറിന്റെ ഒക്കെ പ്രതികരണമൊക്കെ ഉണ്ട്. അങ്ങനെ ചില ഒറ്റയ്ക്കും തെറ്റിക്കുക അറബ് രാഷ്ട്രങ്ങൾ ഒന്നിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ എർദോഗാന്റെ കാര്യം ഇതുപോലെ ഇസ്രായേൽ ചിലപ്പോൾ പണി കൊടുക്കുമോ? എർദോഗനൊരു പണി കൊടുക്കേണ്ടതാണ്. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മറ്റേ നമ്മളിവിടെ ബൂത്ത് പിടുത്തം എന്നൊക്കെ പറയുന്ന പോലെ അട്ടിമറിച്ചിട്ടാണ്, ഏകാധിപതിയാണല്ലോ, അപ്പോൾ അട്ടിമറിച്ചിട്ടാണ് പ്രസിഡന്റ് ആയിരിക്കുന്നത് എന്ന് പൊതുവെ വിശ്വസിക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വലിയ താല്പര്യമില്ല. ഇങ്ങനെ അറബ് രാജ്യങ്ങൾക്കും രാജ്യങ്ങളുടെ സഖ്യങ്ങളിലൊന്നും പെടുത്താറില്ല. കാരണം അദ്ദേഹത്തിന് ലോകത്തിന്റെ ഖലീഫയാവണം, മുസ്ലിങ്ങളുടെ ഖലീഫയാവണം.
ഇസ്ലാമിക രാഷ്ട്രമാണത്. പിന്നെ മ്യൂസിയം ഒക്കെ എടുത്തിട്ട് പള്ളികളൊക്കെ ആയിട്ട് മാറ്റുന്നു. ഹഗിയ സോഫിയ പോലെ ചോരാപ്പള്ളി, അതെ, ആ പള്ളികൾ. പിന്നെയും വേറെ പള്ളികളൊക്കെ നോക്കുന്നുണ്ട്. ഈ ഗാസയിലെ ആക്രമണം നടന്ന അന്ന് തന്നെ യോവ് ഗാലന്റ്, ഈ പ്രതിരോധ മന്ത്രി ഇസ്രയേലിൻ്റെ, പറഞ്ഞിരുന്നു, ദേ ആർ ലിവിങ് ഓൺ ബോറോഡ് ടൈം. കടം വാങ്ങിയ സമയത്തിലാണ് അവർ തീരാറായി എന്ന് പറയാൻ അല്ലേ? കഥ കഴിഞ്ഞു, ഇനി കുറച്ചേ ഉള്ളൂ. ടിക് 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 എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതെ, അങ്ങേര് പറഞ്ഞത് ഇപ്പോൾ ഈ ആക്ഷൻ നടന്നപ്പോൾ ഓർക്കുന്ന. അല്ല, ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്ത് ചെയ്യും, എപ്പോൾ ചെയ്യും, എങ്ങനെ ചെയ്യും എന്ന് ഒരിക്കലും പ്രവചിക്കാൻ കഴിയാത്ത രാജ്യമാണ് ഇസ്രായേൽ. പക്ഷെ കണിശതയുണ്ട്. ഇത് എപ്പോഴാ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. കാരണം ഖത്തറിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ വേറെ വിഷയം വരുമല്ലോ. അതെ, ഖത്തറിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന US ആണ്. അതെ, ഖത്തറിൽ അപ്പോൾ ആക്രമിക്കാൻ പറ്റില്ല. മിഡിൽ ഈസ്റ്റ് കൺട്രി ആണല്ലോ അവർ. അവനെ നമ്മുടെ ഇടത്ത് കിട്ടണം അല്ലേ? അതാണ്. ഇസ്രായേലിനെ വെച്ച് തീർത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. ഇസ്രായേൽ ശത്രുവാണല്ലോ. ഇറാനിൽ വെച്ച് തീർക്കാം. അതെ, ഇറാനിൽ വെച്ച് തീർക്കും. അല്ല, അതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. ഇറാനിലെ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിന് ഒഫീഷ്യലി ഇറാൻ ക്ഷണിച്ചു കൊണ്ടുവന്ന അതിഥിയെ ഇറാനിൽ വെച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസൈൻ ഒരു വലിയ കാര്യമാണ്, ഭീകരമാണ്. മാത്രമല്ല പുതിയ പ്രസിഡന്റിൻ്റെ തുടക്കം തന്നെ ദുശഗുണത്തിലാണല്ലോ. പക്ഷെ സമാധാനം ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചാർജ് എടുക്കൽ ചോരയിൽ മുങ്ങി. ഇങ്ങനെയാണെങ്കിൽ അവിടെ എന്തായാലും പരമോന്നത നേതാവ് ഖമേനിയാണ്. ഖമേനിയുമായിട്ട് സംസാരിച്ചിരുന്നാണ്. ഖമേനിയുടെ അനുഗ്രഹാശിസുകൾ വാങ്ങിച്ച് ഉറങ്ങാൻ പോയ ആളാണ്. അതെ അതെ, ഇല്ലാതായി പോയത്. ഒരു കണക്കിന് നല്ലതല്ലേ? പരലോകത്തല്ലേ അടുത്ത ജീവിതം കിട്ടുന്നത്. കഷ്ടപ്പാടില്ല, വേദനയില്ല, സങ്കടമില്ല, പട്ടിണിയില്ല, വിശപ്പില്ല, ദാഹമില്ല. അദ്ദേഹം പക്ഷേ ഖത്തറിൽ വളരെ രമ്യഹർമ്മ്യങ്ങളിൽ വളരെ സുഖമായിട്ടൊക്കെ ജീവിച്ചിരുന്നതാണ്. ഖത്തറിൽ വേറെ ആളുകളൊക്കെ, മക്കൾക്കൊക്കെ റോൾസ് റോയ്സ് കാറുകളൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂളിലെ ബംഗ്ലാവും കൊട്ടാരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പണിയൊന്നുമില്ല, ആളുകളെ പറഞ്ഞു വിട്ട് കൊല്ലിക്കുക. അതാണ് അതിന് ഇഷ്ടം. വർഷം 3000 കോടി രൂപ കിട്ടുന്നുണ്ട്, പലയിടത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ ഏതായാലും വിനാശകാലെ വിപരീത ബുദ്ധി. ഹമാസിന് തൽക്കാലം രാഷ്ട്രീയ പിതാവില്ല. ഹമാസിന് അച്ഛനില്ലാതെ ഇപ്പൊ അവിടെ പട്ടാള മേധാവിക്കെതിരെ ആക്രമണം നടന്നതാണ്. പട്ടാള മേധാവി ജീവിച്ചിരിക്കുന്നുണ്ടോന്ന് വ്യക്തമല്ല, അറിയില്ല. ഖാൻ യൂനിസ് എന്ന് പറഞ്ഞ്, എനിക്കറിയാം, ഖാൻ യൂനിസിൽ ഒളിവിലിരുന്ന സ്ഥലത്ത് ഇസ്രായേൽ 2 ആഴ്ച മുമ്പ് ആക്രമണം നടത്തിയതാണ്. ഏതായാലും ഇതിൻ്റെ ഇറാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഇസ്രായേൽ ഏറ്റിട്ടുമില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് വീണ്ടും ചർച്ചയാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായി വരാം. ശരി.